ഇന്ത്യയിൽ വോട്ടിംഗ് പ്രോത്സാഹിപ്പിക്കാൻ യു.എസ് നൽകി വന്നിരുന്ന $21 മില്യൺ സാമ്പത്തിക സഹായം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി നിർത്തലാക്കിയിരിക്കുകയാണ്. ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്ക് നൽകി വന്നിരുന്ന ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ധനസഹായമാണ് ഡോജ് നിർത്തലാക്കിയിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യക്കുള്ള ധനസഹായവും. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി നൽകിവന്ന $21 മില്യൺ പദ്ധതിയും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത $29 മില്യൺ പദ്ധതിയും വെട്ടിക്കുറയ്ക്കാൻ യു.എസ് തീരുമാനിച്ചതായി ഡോജ് അറിയിച്ചിട്ടുണ്ട്. യു.എസിലെ നികുതിദായകന്റെ പണം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ചെലവഴിച്ചിരുന്നു. ഇവയെല്ലാം റദ്ദാക്കുകയാണ് എന്നാണ് മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡോജ് സാമൂഹിക മാധ്യമമായ എക്സിലൂടെ അറിയിച്ചത്. ബജറ്റ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ അമേരിക്ക പാപ്പരാകുമെന്ന് ഇലോൺ മസ്ക് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം ആസൂത്രണം ചെയ്ത ബജറ്റ് പുനഃസ്ഥാപനവുമായി പുതിയ നടപടി യോജിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യ-യു.എസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇരുവരും സുപ്രധാന പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ നടപടി. ഡോജ് നടത്തിയ ഏറ്റവും പുതിയ നീക്കം സംബന്ധിച്ച് ഇരു നേതാക്കളുടെയും പ്രസ്താവനയിലോ പത്രസമ്മേളനത്തിലോ പരാമർശമില്ലായിരുന്നു. ബംഗ്ലാദേശിൽ രാഷ്ട്രീയ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുമാണ് യു.എസ് $29 മില്യൺ ധനസഹായം നൽകുന്നത്. പ്രതിഷേധത്തിന് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സൈന്യം പുറത്തായതിനെ തുടർന്ന് രാജ്യം ഇപ്പോൾ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതേസമയം ഇന്ത്യക്ക് യു.എസ് $21 മില്യൺ ധനസഹായം നൽകി വന്നിരുന്നു എന്നതിനെതിരെ രൂക്ഷമായി വിമർശിച്ച് ബി.ജെ.പിയും രംഗത്തെത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കൺസോർഷ്യത്തിന് $486 മില്യൺ യു.എസ് വകവരുത്തിയിരിക്കുന്നത്. ഇതിൽ മോൾഡോവയിലെ രാഷ്ട്രീയ പ്രക്രിയയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് $22 മില്യൺ ഇന്ത്യയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് $21 മില്യൺ നൽകുന്നത്. ഇത് തീർച്ചയായും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലാണ്. ഇതിൽ ആർക്കാണ് നേട്ടം? ഭരണകക്ഷിയല്ലെന്നുറപ്പുണ്ട്. ബി.ജെ.പിയുടെ സാമൂഹിക മാധ്യമ തലവൻ അമിത് മാളവ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യക്കും ബംഗ്ലാദേശിനും പുറമെ ലൈബീരിയ, മാലി, നേപ്പാൾ, ദക്ഷിണാഫ്രിക്ക, കംബോഡിയ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായവും നിർത്തലാക്കിയിട്ടുണ്ട്.